പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ നല്ല ചൂടുള്ള ചോറിൽ നല്ല നാടൻ മാങ്ങ കൊണ്ടുണ്ടാക്കിയ പുളിശ്ശേരിയും പപ്പടവും തോരനും കൂട്ടിക്കുഴച്ച് കഴിക്കാൻ തോന്നിയിട്ടുണ്ടോ? എൻ്റെ എല്ലാ കാലത്തെയും ഫേവററ്റ് കറികളിലൊന്നാണ് മാമ്പഴ പുളിശ്ശേരി. എന്നാൽ കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങ കൊണ്ട് പുളിശ്ശേരി വെച്ച് അതിൻ്റെ ടേസ്റ്റിലും ലുക്കിലും കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് പുളിശ്ശേരിക്ക് ചെറിയ രൂപമാറ്റം വരുത്തി പച്ചടിയാക്കാമെന്ന് കരുതി. ഒരു മാങ്ങാ കുതിച്ചി ആയതുകൊണ്ട് തന്നെ ആ മാങ്ങയുടെ മുഴുവൻ പൾപ്പും ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. വേവിച്ച മാങ്ങാ കഷ്ണങ്ങളിലേക്ക് 2 പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് അടച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു. പച്ചടി പലരും പലതരത്തിലായിരിക്കും ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മ പച്ചടിക്ക് തേങ്ങ അരക്കുമ്പോൾ അതിൽ ജീരകവും കടുകും ചേർക്കാറുണ്ട്. എന്നിട്ട് കടുക് വറക്കുമ്പോൾ അതിൽ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് ചേർക്കുകയും ചെയ്യും. എൻ്റേതൊരു തട്ടിക്കൂട്ട് റെസിപ്പി ആയതുകൊണ്ട് ഞാൻ തേങ്ങയോടൊപ്പം ഇഞ്ചിയും പച്ചമുളകും ചേർത്താണ് അരച്ചത്. വേവിച്ച മാങ്ങാ കഷ്ണങ്ങളിലേക്ക് തേങ്ങ ചേർത്ത് ഇളക്കിയ ശേഷം ഒരു തിള വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തു. പുറത്ത് മഴയൊന്ന് നിന്നെങ്കിലും കറണ്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഭയങ്കര ഇരുട്ടും. കറി തണുത്ത ശേഷം അതിലേക്ക് അധികം പുളിയില്ലാതെ ഉടച്ച നല്ല കട്ട തൈര് ചേർക്കണം. ഇനി പുളി ആവശ്യമുള്ളവർക്ക് നല്ല പുളിയുള്ള തൈരും ചേർക്കാം കേട്ടോ. ഇനി പച്ചടിക്ക് വറുത്തിടണം. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തു. കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള പാർട്ടായിരിക്കും ഈ കടുകും കറിവേപ്പിലയും വറുത്ത് കറിയിലേക്ക് ചേർക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായ ചേർത്ത എരിശ്ശേരിയും മാമ്പഴപ്പച്ചടിയും മുരിങ്ങയില തോരനും പപ്പടവും ചേർന്ന ഒട്ടും സ്പൈസി അല്ലാത്ത ഒരു പാവം ലഞ്ച് കോംബോ ആണ് ഇന്നത്തേത്.